ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഓൾട്ടറേഷൻ ഓഫ് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ ആണ്. ഓൾട്ടറേഷൻ പ്രൊസീജിയർ നോക്കുന്നതിന് മുന്നേ നമുക്ക് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കമ്പനീനെ സംബന്ധിച്ചിട്ട് അതൊരു ലീഗൽ ഡോക്യുമെൻ്റ് ആണ്. ഒരു കമ്പനിയുടെ ലീഗൽ ഡോക്യുമെൻ്റ് ആണ്. ഡ്യൂറിങ് ഇൻകോർപ്പറേഷൻ സ്റ്റേജസിൽ, കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന സമയത്തിൽ ഒരു കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ്, അത് ഏത് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഫോം ചെയ്തിട്ടുള്ളത് എന്നൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഡോക്യുമെൻ്റാണ് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ. ഇതിൽ കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസൊക്കെ എന്തിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടാവും? മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടാവും. മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ പ്രകാരം മാത്രമേ ഒരു കമ്പനിക്ക് ഫങ്ഷൻ ചെയ്യാൻ കൂടെ പറ്റുള്ളൂ. അതിൻ്റെ ഒരു ഫ്രെയിം വർക്കിൽ നിന്നിട്ടേ കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഫങ്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനിൽ പറയാത്ത കാര്യങ്ങൾ കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അല്ലേ? അങ്ങനെയാണ് ഒരു കമ്പനിയുടെ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്ന ഡോക്യുമെൻ്റ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? ഈസ് എ ഡോക്യുമെൻറ്റ് വിച്ച് കണ്ടെയ്ൻസ് ദ റൂൾസ് റിഗാർഡിംഗ് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ആക്ടിവിറ്റീസ് ഓർ ഒബ്ജക്ട്സ് ഓഫ് ദ കമ്പനി എന്ന് പറയുന്നത്. ഇതെപ്പോഴാണ്? കമ്പനി ഇൻകോർപ്പറേഷൻ സ്റ്റേജിൽ രജിസ്ട്രാറിൽ ഫയൽ ചെയ്യുന്നുണ്ട് അല്ലേ കമ്പനി. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, കമ്പനി കനോട്ട് എക്സീഡ് ദ പവേഴ്സ് കൺഫേർഡ് ഓൺ ഇറ്റ് അണ്ടർ ഇറ്റ്സ് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ. അതാണ് നമ്മൾ പറഞ്ഞത്. മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനിൽ പറയാത്ത കാര്യങ്ങൾ കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റില്ല, കമ്പനിക്ക് ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. അടുത്ത മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനിലെ ഓൾട്ടറേഷൻ പ്രൊസീജിയർ നോക്കാം. ഓൾട്ടറേഷൻ ഓഫ് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനിൽ പറഞ്ഞ എന്താ? സെക്ഷൻ 13 പറഞ്ഞിട്ടുണ്ട്. കമ്പനി എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ ഓൾട്ടറേഷൻ, കമ്പനിയുടെ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ്റെ ഓൾട്ടറേഷൻ ആണ്. കമ്പനിയുടെ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ്റെ ഓൾട്ടറേഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്രൊവിഷൻ എഡീഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഒമിഷൻ ആയിരിക്കും, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതായിരിക്കും. എന്താണ്? ഏതെങ്കിലും ഒരു വേർഡ് ആഡ് ചെയ്യുന്നതോ, അല്ലെങ്കിൽ ഒരു പ്രൊവിഷൻ, ഒരു ലോ കൊണ്ടുവരുന്നതോ, അല്ലെങ്കിൽ മൊത്തമായിട്ട് അത് ഒമിറ്റ് ചെയ്ത് കളയുന്നതോ, അല്ലാണ്ട് അതിന് പകരം വേറൊരു സബ്സ്റ്റിറ്റ്യൂട്ടായി കൊണ്ടുവരുന്നതായിരിക്കാം. പ്രൊസീജിയർ ഓഫ് ഓൾട്ടറേഷൻ പറയുന്നുണ്ട്. അതിലെന്തൊക്കെയാണ് പറയുന്നത്? ഓൾട്ടറേഷൻ ബൈ സ്പെഷ്യൽ റെസൊല്യൂഷൻ പറയുന്നുണ്ട്. ഓൾട്ടറേഷൻ ബൈ സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഒരു കമ്പനിക്ക് മെമ്പേഴ്സിൻ്റെ അപ്രൂവലോടുകൂടെ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? ഓൾട്ടർ ചെയ്യാം എന്നാണ് പറയുന്നത്. ഒരു കമ്പനിക്ക് അങ്ങനെ ഓൾട്ടർ ചെയ്യാം. മെമ്മോറണ്ടം കമ്പനി ഇൻകോർപ്പറേഷൻ്റെ സ്റ്റേജസിൽ ഉണ്ടാക്കിയിട്ടുള്ള മെമ്മോറണ്ടത്തിൽ ഓൾട്ടറേഷൻസ് വരുത്താം. പിന്നെ ഒരു കാര്യം പറയുന്നത് നെയിം ചേഞ്ച് ഓഫ് ദ കമ്പനി. ഓൾട്ടറേഷൻ എന്ന് പറയുന്നത് നെയിം ചേഞ്ച് വരുത്തുന്നതും ഒരു ഓൾട്ടറേഷനാണ്. അതായത് കമ്പനി ഇപ്പോൾ ഉള്ളൊരു നെയിം മാറ്റിയിട്ട് വേറെ നെയിം ആക്കുകയാണ്. വേറെ നെയിം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു പോർഷനായിരിക്കും മാറ്റുന്നുണ്ടാവും. ഒരു വേർഡ് കൂട്ടുന്നതോ, നേരത്തെ പറഞ്ഞ പോലെ ആഡ് ചെയ്യുന്നതോ, അല്ലെങ്കിൽ ഒരു വേർഡ് എടുത്ത് കളഞ്ഞിട്ട് അവിടെ വേറൊരു വേർഡ്, അല്ലെങ്കിൽ അതിൻ്റെ വേർഡ്സ് പ്ലൂറലാക്കുന്നതോ, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം അല്ലേ? ഓൾട്ടറേഷൻ ബൈ നെയിം ചേഞ്ച് ഓഫ് ദ കമ്പനി എന്ന് പറയുമ്പോൾ എനി ചേഞ്ച് ഇൻ ദ നെയിം ഓഫ് ദ കമ്പനി ഷാൾ ബി എഫക്റ്റഡ് ഓൺലി വിത്ത് ദ അപ്രൂവൽ ഓഫ് സെൻട്രൽ ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നെയിം ചേഞ്ച് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അതിനൊരു എഫക്റ്റ് ഉണ്ടാവുള്ളൂ. അതിന് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നെയിം ചേഞ്ച് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇരിക്കാൻ പറ്റൂല. നെയിം ചേഞ്ച് ചെയ്തത് എഫക്റ്റിൽ വരണമെന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ ഉണ്ടായിരിക്കണം. സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവൽ വേണ്ടാത്തൊരു കാര്യമുണ്ട്, സിറ്റുവേഷനുണ്ട്. അത് ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സെൻട്രൽ ഗവൺമെൻറ് ഇപ്പോൾ കമ്പനി കൺവേർട്ട് ചെയ്തു എന്ന് വെച്ചോ, ഒരു കമ്പനി കൺവേർട്ട് ചെയ്തു, എന്നിട്ടുള്ള വേർഡ് പ്രൈവറ്റ് ആണിപ്പോൾ എന്ത് ചെയ്യേണ്ടത്? റീപ്ലേസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യേണ്ടത്, ആഡ് ചെയ്യേണ്ടത്, അങ്ങനെ എന്തെങ്കിലും ആണ് കേസ് എന്ന് വെച്ചോ. അപ്പോൾ അവർക്ക് എന്ത് വേണ്ട? കൺവേർഷൻ്റെ കേസിലാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? നോ സച്ച് അപ്രൂവൽ ഷാൾ ബി നെസസറി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള നെസസറി അപ്രൂവൽ, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ നെസസറി അല്ല എന്നാണ് പറയുന്നത്. സിമ്പിളായിട്ടുള്ള കാര്യമല്ലേ? അതെന്താ? ഹവർ നോ സച്ച് അപ്രൂവൽ ഷാൾ ബി നെസസറി വെർ ദ ചേഞ്ച് ദ നെയിം ഓഫ് ദ കമ്പനി ഇസ് ദ ഓൺലി അഡീഷൻ ഡിലീഷൻ ഓഫ് ദ വേർഡ് പ്രൈവറ്റ് ഓൺ കൺവേർഷൻ ഓഫ് എനി ക്ലാസ് ഓഫ് കമ്പനീസ്. ഒരു ക്ലാസ് ഓഫ് കമ്പനീസ് തന്നെ ഒരു ക്ലാസ് ഓഫ് കമ്പനീസിൽ കൺവേർട്ട് ചെയ്യുന്ന സമയത്തുള്ള കാര്യം പറയുന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കമ്പനി നിങ്ങൾ ആനുവൽ റിട്ടേൺസൊക്കെ കൃത്യമായിട്ട് ഫയൽ ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നെയിം അപ്രൂവൽ കൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ നെയിം ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നെയിം ചേഞ്ചും കൊണ്ട് നെയിം ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വരികയാണെങ്കിൽ നെയിം ചേഞ്ച് ചെയ്യാനേ പറ്റില്ല. ഇറ്റ് ഹാസ് നോട്ട് ഫയൽഡ് ആനുവൽ റിട്ടേൺസ്
financial statements due for filing the registrar which has failed to repay mature deposits. മെച്ചുവർ ഡെപ്പോസിറ്റ്സ് റീപേ ചെയ്യുന്നതിൽ ഫെയിലിയർ വരുത്തിയിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ വേഗം വിട്ടോ. നിങ്ങൾ ആദ്യം പോയിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ഫയൽ ചെയ്തിട്ട് വരൂ. അല്ല, ഡ്യൂ ആയിട്ടുള്ള ഇതൊക്കെ ഫെയിലിയർ വരുത്തിയിട്ടുള്ളതൊക്കെ ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് കമ്പനിയുടെ പേര് മാറ്റാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ എന്താ, അവിടെ ഒരു ഫെയിലിയർ വരുത്തി, അവിടെ ഒരു ഫ്രോഡ് കൊണ്ടുവന്നു, എന്നിട്ട് എന്താ പിന്നെ കമ്പനിയുടെ നെയിം ചേഞ്ച് ചെയ്തിട്ട് വേറെ കമ്പനിയായി മാറി. അങ്ങനെ വരുത്തുകയാണെങ്കിൽ എളുപ്പമല്ലേ? അങ്ങനെ വരുത്തുകയാണെങ്കിൽ എന്താ, എല്ലാവർക്കും അങ്ങനെ ചെയ്താൽ മതിയല്ലോ. പക്ഷേ അവിടെ അതാണ് ലോ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവിടെ റെസ്ട്രിക്ഷൻസ് വരുത്തിയിട്ടുള്ളത്. പിന്നെന്താ, എൻട്രി ഇൻ രജിസ്റ്റർ ഓഫ് കമ്പനീസ് എന്ന് പറയുന്നുണ്ട്. ഓൺ എനി ചേഞ്ച് ഇൻ ദ നെയിം ഓഫ് എ കമ്പനി, എന്ത് നെയിം ചേഞ്ച് വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ന്യൂ നെയിം എൻ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം. രജിസ്ട്രാർ ഷോൾ എൻ്റർ ദ ന്യൂ നെയിം ഇൻ ദ രജിസ്റ്റർ ഓഫ് കമ്പനീസിൽ എൻ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുകൂടാണ്ട് ഈ ഫ്രഷ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഫ്രഷ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇത് ദ ന്യൂ നെയിം ആൻഡ് ദ ചേഞ്ച് ഇൻ ദ നെയിം ഷാൾ ബി കംപ്ലീറ്റ് ആൻഡ് എഫക്റ്റീവ് ഓൺലി. ആ ഒരു പ്രോസസ്സ്, നെയിം ചേഞ്ച് ആൾട്ടർ ചെയ്തതിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത് എപ്പോഴാണ്, പുതിയ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്താലേ കംപ്ലീറ്റ് ആവുള്ളൂ. അടുത്ത എന്താ പറയുന്നത്, ചേഞ്ച് ഇൻ രജിസ്റ്റേർഡ് ഓഫീസ്. ഒരു കമ്പനി അതിൻ്റെ രജിസ്റ്റേർഡ് ഓഫീസ് ഇൻകോർപ്പറേറ്റ് സമയത്ത് എന്താ തീരുമാനിച്ചിട്ടുണ്ടാവും അല്ലേ, ആദ്യം അവർക്ക് ഒരു രജിസ്റ്റേർഡ് ഓഫീസ് ഉണ്ടാവും. അത് ഇതുവരെ പ്രവർത്തിച്ചു വന്നിട്ടുള്ള രജിസ്റ്റേർഡ് ഓഫീസ് ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറ്റാനാണ് അവരുദ്ദേശിക്കുന്നത്. ഒരു സ്ഥലത്തു നിന്ന് അതിപ്പോൾ കേരളത്തിൽ തന്നെയുള്ള വേറെ ഏതെങ്കിലും പ്ലേസിലോട്ട് മാറ്റാം, അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് അനദർ സ്റ്റേറ്റിലോട്ട് മാറ്റാം, അങ്ങനെയൊക്കെ ചെയ്യാം. ഓക്കെ, ഒരു സ്റ്റേറ്റ് ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ ഷോൾ നോട്ട് ഹാവ് എഫക്റ്റ് അൺലെസ് ഇറ്റ് ഈസ് അപ്രൂവ്ഡ്. അതായത് ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് മാറുവാണെങ്കിൽ അതെന്താ, അതിന് സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവൽ വാങ്ങണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് പറയുന്നത്. ഡിസ്പോസ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ചേഞ്ച് ഓഫ് പ്ലേസ് ഓഫ് അൺരജിസ്റ്റേർഡ്. ഇത് മനസ്സിലായില്ലേ? ഇതൊന്നും പറയുന്നില്ല. എന്നുവെച്ചാൽ ഓൾട്രേഷൻ ഓഫ് ദ മെമ്മോറണ്ടം റിലേറ്റിംഗ് ടു പ്ലേസ് ഓഫ് രജിസ്റ്റേർഡ് ഓഫീസ് ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ ആണെങ്കിൽ ഷോൾ നോട്ട് ഹാവ് എനി എഫക്റ്റ് അൺലെസ് ഇറ്റ് ഈസ് അപ്രൂവ്ഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ അതിന് എന്തുണ്ടാവുള്ളൂ, എഫക്റ്റ് ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. ഓൺ ആൻ ആപ്ലിക്കേഷൻ ഇൻ സച്ച് ഫോം ആൻഡ് മാനർ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. പിന്നെന്താ അടുത്ത പോയിന്റ് പറയുന്നത്, നമ്മളിപ്പം നെയിം ചേഞ്ചിന് കൊടുത്തു രജിസ്റ്റേർഡ് ഓഫീസിൽ, നമുക്ക് അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ കമ്പനി കൊടുത്തു, നെയിം ചേഞ്ച് ചെയ്യണം നമുക്ക് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കൊടുത്തിട്ട് വിതിൻ 60 ഡേയ്സിനുള്ളിൽ എന്ത് ചെയ്യണം, ഓർഡർ ഡിസ്പോസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ഓർഡർ ഡിസ്പോസ് ചെയ്യണം. ഡിസ്പോസ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ചേഞ്ച് ഓഫ് പ്ലേസ് ഓഫ് രജിസ്റ്റേർഡ് ഓഫീസ് വിത്തിൻ 60 ഡേയ്സ്. അങ്ങനെ 60 ഡേയ്സിനുള്ളിൽ ഓർഡർ ഡിസ്പോസ് ചെയ്യുന്നതിന് മുന്നേ അവരെന്ത് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം, ഓൾട്രേഷൻ ഹാസ് ദ കൺസെൻറ്റ് ഓഫ് ക്രെഡിറ്റേഴ്സ്, ഡിബഞ്ചേഴ്സ് ഹോൾഡേഴ്സ്, അതർ പേഴ്സൺസ് കൺസേൺ വിത്ത് ദ കമ്പനി. അതെന്താ പറയുന്നത്, ഓൾട്രേഷൻ വരുത്തുന്ന, അതായത് ഇങ്ങനെ ഓൾട്രേഷൻ വരുത്തുന്ന സമയത്ത് ഈ ക്രെഡിറ്റേഴ്സിൻ്റെ, കമ്പനിയുടെ ക്രെഡിറ്റേഴ്സിനെ അറിയിച്ചിട്ടുണ്ടായിരിക്കണം. അവരുടെ നിന്ന് കൺസെൻറ്റ്, അവരുടെ നിന്ന് അവർക്ക് സമ്മതമാണെന്നുള്ള എന്താ ഒരു സർട്ടിഫിക്കറ്റ് അല്ല, അവർക്ക് സമ്മതമാണെന്നുള്ളൊരു ലെറ്റർ, ഒരു കൺസെൻറ്റ് അവർക്ക് വാങ്ങിയിട്ടുണ്ടായിരിക്കണം, ക്രെഡിറ്റേഴ്സിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയിട്ടുണ്ടായിരിക്കണം അല്ലേ. ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ അടുത്ത്, അതർ പേഴ്സൺസ് കൺസേൺഡ് വിത്ത്, ഇവരെയൊക്കെ അറിയിക്കണം അല്ലേ. ആരെയും അറിയിക്കാണ്ട് പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, രജിസ്റ്റേർഡ് ഓഫീസ് മാറ്റാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ക്രെഡിറ്റേഴ്സ് പിന്നെ ഏത് കമ്പനിയിലോട്ടാണ് പോകേണ്ടത്, അതൊക്കെ ഒരു പ്രശ്നമല്ലേ. അതുകൊണ്ട് ഇവരോടൊക്കെ കൺസെൻറ്റ് വാങ്ങിയിട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു കമ്പനിക്ക് അതിൻ്റെ രജിസ്റ്റേർഡ് ഓഫീസ് ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ സഫിഷ്യൻറ്റ് പ്രൊവിഷൻ ഹാസ് ബീൻ മെയ്ഡ് ബൈ ദ കമ്പനി എയ്തർ ഫോർ ദ ഡ്യൂ ഡിസ്ചാർജ് ഓഫ് ഓൾ ഇറ്റ്സ് ഡെപ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ്. കമ്പനിയുടെ ലയബിലിറ്റീസും കമ്പനിയുടെ ഡെപ്സ് അതിനൊക്കെ എന്തുണ്ടായിരിക്കണം, ഒരു സഫിഷ്യൻറ്റ് പ്രൊവിഷൻ ഉണ്ടാക്കി അതിനൊക്കെ ഒരു പരിഹാരം അവർ കണ്ടിട്ടുണ്ടായിരിക്കണം അല്ലേ. എന്നാലല്ലേ അവർക്ക് നെയിം ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അഡ്വക്കേറ്റ് സെക്യൂരിറ്റി ഹാസ് ബീൻ പ്രൊവൈഡഡ് ഫോർ സച്ച് ഡിസ്ചാർജ്. അഡ്വക്കേറ്റ് സെക്യൂരിറ്റീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അടുത്ത എന്താ പറയുന്നത്, ഫയലിംഗ് വിത്ത് രജിസ്ട്രാർ. ഈ പറഞ്ഞിട്ടുള്ള കമ്പനി ഷോൾ ഇൻ റിലേഷൻ ടു എനി ഓൾട്രേഷൻ ഓഫ് ഇറ്റ്സ് മെമ്മോറണ്ടം, എനി ഓൾട്രേഷൻ വരുത്തിയിട്ടുള്ള കാര്യം എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം,
ഫയൽ ചെയ്തിട്ടുണ്ടായിരിക്കണം രജിസ്ട്രാറിൽ എന്ന് പറയുന്നുണ്ട്. സ്പെഷ്യൽ റിസൊല്യൂഷൻ പാസ് ചെയ്ത് പിന്നെന്താ സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിട്ടുള്ളതൊക്കെ എന്ത് ചെയ്യണം, രജിസ്ട്രാറിൽ ഫയൽ ചെയ്തിട്ടുണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അടുത്ത പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫയലിംഗ് ഓഫ് സർട്ടിഫൈഡ് കോപ്പി ഓഫ് ദ ഓർഡർ വിത്ത് ദി രജിസ്ട്രാർ ഓഫ് ദ സ്റ്റേറ്റ്. അതായത് ഒരു കമ്പനി വൺ സ്റ്റേറ്റ് ടു അനദർ സ്റ്റേറ്റിലോട്ട് മാറുകയാണ്. അപ്പോൾ ഈ കമ്പനി എന്ത് ചെയ്യാണ്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ കിട്ടണം അല്ലേ. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ കിട്ടിയാലേ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലോട്ട് മാറാൻ പറ്റുന്നു. ഇപ്പോൾ കേരള ടു കർണാടക ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ കിട്ടിയ അത് ഈ ഓക്കെ ആണ്, ഈ ഷിഫ്റ്റ് ചെയ്യുന്നതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അപ്രൂവൽ കിട്ടിയ ലെറ്റർ ഉണ്ടല്ലോ, അതെന്ത് ചെയ്യണം, കോപ്പി ഓഫ് ഓർഡർ ഓഫ് സെൻട്രൽ ഗവൺമെൻറ് approving the alteration shall be filed by the company with the registrar of each states എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഇവിടെ 2 സ്റ്റേറ്റ് ഇതിനകത്ത് പെട്ടല്ലേ, കർണാടക വന്നു പിന്നെ ഇത് വന്നു കേരളം വന്നു. അപ്പോൾ 2 ജൂറിസ്ഡിക്ഷനിലുള്ള രജിസ്ട്രാറിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ഫയൽ ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. വേറെ ഒന്നും പറയുന്നില്ല. എന്താ രജിസ്റ്റർ ഈസ്റ്റ് വിത്ത് സച്ച് ടൈം ആൻഡ് അവർ പറഞ്ഞിട്ടുള്ള പ്രിസ്ക്രൈബ് ടൈമിനുള്ളിലും കൂടെ ചെയ്യണം കേട്ടോ. അല്ലാണ്ട് അവർക്ക് തോന്നുമ്പോൾ പോയിട്ട് അവിടെ കേരളത്തിൽ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, കേരളത്തിൽ പോയിട്ട് ഞാൻ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ അവിടെ നടക്കില്ല. പറഞ്ഞിട്ടുള്ള ആ പ്രിസ്ക്രൈബ് ടൈമിൽ എന്ത് ചെയ്യണം, അതത് സ്റ്റേറ്റിൽ കർണാടക സ്റ്റേറ്റിൽ പോയിട്ട് ആ ജൂറിസ്ഡിക്ഷനിലുള്ളതിൽ പറയുക, അതത് സ്റ്റേറ്റിൽ പറയാം. ഓക്കെ, അത്രയേ ഉള്ളൂ ഇതിനകത്ത് പറയുന്നത്. അടുത്തെന്താ, ഇതൊന്നും ചെയ്താൽ മാത്രം പോരാ, ഇഷ്യൂ ഫ്രഷ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. ഇങ്ങനെ ഇത് ചെയ്തതിന് ശേഷം നമ്മൾ അത് എഫക്റ്റീവ് ആവുന്ന എപ്പോഴാണ്, നമ്മൾ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുമ്പോഴേ ഫ്രഷ് സർട്ടിഫിക്കറ്റ് ഇൻകോർപ്പറേഷൻ്റെ പുതിയ അതായത് ഓൾട്രേഷൻസ് മെൻഷൻ ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടിയാലേ അതിനൊരു ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. പിന്നെ എന്താ, ചേഞ്ച് ഇൻ ഒബ്ജക്റ്റ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ഒബ്ജക്റ്റ് തന്നെ ചേഞ്ച് ചെയ്യാൻ പോവാണ്. കമ്പനി എന്തിനു വേണ്ടിയിട്ടാണ് ഫോം ചെയ്തിട്ടുള്ളത്, ആ ഒരു ഒബ്ജക്റ്റ് തന്നെ കമ്പനി ചേഞ്ച് ചെയ്യാൻ പോവാണ്. അങ്ങനെയാണെങ്കിൽ എന്താ, കമ്പനി ഇതുവരെയുള്ള കമ്പനി എന്ത് ചെയ്തിട്ടുണ്ടാവും, പബ്ലിക്കിൽ നിന്ന് റേസ് ചെയ്തിട്ടുണ്ടാവും, ക്യാപിറ്റലൊക്കെ റേസ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഒരു കമ്പനി അതിൻ്റെ എന്ത് ചെയ്യണം, ഒബ്ജക്റ്റ് ചേഞ്ച് ചെയ്യാണ്. ഈ ക്യാപിറ്റൽ റേസ് ചെയ്യുന്ന സമയത്ത് ത്രൂ പ്രോസ്പെക്റ്റേഴ്സ് ആയിരിക്കുമല്ലോ അവർ എന്ത് ചെയ്തിട്ടുണ്ടാവുക, മണി റേസ് ചെയ്തിട്ടുണ്ടാവുക. ആ ഒരു മണി ഫുള്ളി എന്തിനാ, ആ ഒരു പർപ്പസിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. സ്റ്റിൽ ഹാസ് എനി അൺയൂട്ടിലൈസ്ഡ് എമൗണ്ട് ഇപ്പോഴും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താ, ഔട്ട് ഓഫ് മണീസ് റേസ്ഡ്, എന്താ മണി റേസ് ചെയ്തില്ലേ, ഷോൾ നോട്ട് ചേഞ്ച് ഇറ്റ്സ് ഒബ്ജക്റ്റ് ഫോർ വിച്ച് റേസ്ഡ് ദ മണി ത്രൂ പ്രോസ്പെക്ടസ് അൺലെസ് സ്പെഷ്യൽ റിസൊല്യൂഷൻ പാസ് ചെയ്തിട്ടില്ലെങ്കിലാണ്, പോസ്റ്റൽ ബാലറ്റ് വഴിയോ സ്പെഷ്യൽ റിസൊല്യൂഷൻ പാസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ, അങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ഔട്ട് ഓഫ് മണീസ് റേസ്ഡ് ഷോൾ നോട്ട് ചേഞ്ച് ഇറ്റ്സ് ഒബ്ജക്റ്റ് ഫോർ വിച്ച് ഇറ്റ് റേസ്ഡ് ദ മണി ത്രൂ പ്രോസ്പെക്ടേഴ്സ് അൺലെസ് സ്പെഷ്യൽ റിസൊല്യൂഷൻ ത്രൂ പോസ്റ്റൽ ബാലറ്റ് ഈസ് പാസ്ഡ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റ് ചേഞ്ച് ചെയ്യണമെങ്കിൽ എന്താ പറയുന്നത്, അടുത്ത പാരഗ്രാഫിൽ പറയുന്നുണ്ട്, ഈ ഒരു ചേഞ്ച് ചെയ്യുന്ന കാര്യം എവിടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം, ന്യൂസ് പേപ്പറിൽ, ആ ജൂറിസ്ഡിക്ഷനിലുള്ള ആ ഒരു സർക്കുലേഷനിലുള്ള ലോക്കൽ ആ ഒരു ഏരിയയിലും എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ന്യൂസ് പേപ്പറിൽ കൊടുത്തിട്ടുണ്ടായിരിക്കണം. അവിടെയുള്ള ന്യൂസ് പേപ്പറിലും കൊടുത്തിട്ടുണ്ടായിരിക്കണം. 1 ഇൻ ഇംഗ്ലീഷും 1 ഇൻ വെർണാക്കുലർ ലാംഗ്വേജിലും കൊടുത്തിട്ടുണ്ടായിരിക്കണം, അറിയിച്ചിട്ടുണ്ടായിരിക്കണം. പിന്നെന്താ, വെബ്സൈറ്റിലും കൂടെ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് കമ്പനിയുടെ വെബ്സൈറ്റിൽ എന്ത് ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരിക്കണം, മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നാ പറയുന്നത്. പിന്നെന്താ, ഡിസെൻഡിങ് ഷെയർ ഹോൾഡേഴ്സ് ഷോൾ ഹാവ് ആൻ ഓപ്പർച്യൂണിറ്റി എക്സിറ്റ് ബൈ ദ പ്രൊമോട്ടേഴ്സ് ഷെയർ ഹോൾഡേഴ്സ് ഹാവിംഗ് കൺട്രോൾ ഇൻ അക്കോർഡൻസ് വിത്ത് റെഗുലേഷൻസ്. ഈ സെബി പറഞ്ഞ പ്രകാരം എന്താണ്, ഡിസെൻഡിങ് ഷെയർ ഹോൾഡേഴ്സിന് ഓപ്പർച്യൂണിറ്റി കൊടുത്തിട്ടുണ്ടായിരിക്കണം ടു എക്സിറ്റ് ബൈ ദ പ്രൊമോട്ടേഴ്സ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് എന്താണ് ഈ ഒരു ഒബ്ജക്റ്റീവ്സ് ചേഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അടുത്ത എന്താ പറയുന്നത്, രജിസ്ട്രാർ ടു സർട്ടിഫൈ ദ രജിസ്ട്രേഷൻ ഓൺ ഓൾട്രേഷൻ ഓഫ് ഒബ്ജക്റ്റ്. രജിസ്ട്രാർ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ഓൾട്രേഷൻ വരുത്തിയ കാര്യം സർട്ടിഫൈ ദ രജിസ്ട്രേഷൻ ഓൺ ഓൾട്രേഷൻ ഓഫ് ഒബ്ജക്റ്റ് എത്ര, വിത്തിൻ പീരിയഡ് 30 ഡേയ്സിനുള്ളിൽ എന്ത് ചെയ്യണം എന്ന് പറയുന്നത്, രജിസ്ട്രാർ
ഓൾട്രേഷൻ വരുത്തിയ കാര്യം റെസ്പെക്ട് ടു ദ ഒബ്ജക്റ്റ് ഓഫ് ദ കമ്പനി ആൻഡ് സർട്ടിഫൈ ദ രജിസ്ട്രേഷൻ വിത്തിൻ എ പീരിയഡ് ഓഫ് 30 days എന്ന് പറയുന്നുണ്ട്. എവിടുന്ന് 30 days ഫ്രം ഡേറ്റ് ഓഫ് ഫയലിംഗ് ദ സ്പെഷ്യൽ റെസൊല്യൂഷൻ ഫയൽ ചെയ്തിട്ട് 30 daysനുള്ളിൽ എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെന്താ ഓൾട്രേഷൻ ടു ബി രജിസ്റ്റേർഡ്. ഓൾട്രേഷൻ വരുത്തിയിട്ടുള്ള ഓൾട്രേഷൻസ് എന്താ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ അതിനൊരു എഫക്റ്റും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഓൺലി മെമ്പർ ഹാവ് റൈറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഡിവിസിബിൾ പ്രോഫിറ്റ് ഓഫ് ദ കമ്പനി. സ്വാഭാവികം, ഒരു മെമ്പർക്ക് മാത്രമേ എന്തായിട്ടുള്ളൂ കമ്പനിയുടെ ഡിവിസിബിൾ പ്രോഫിറ്റിൽ ഇത് പറയാനുള്ളൊരു എന്തുള്ളൂ, അതിലിടപെടാനുള്ളൊരു റൈറ്റ് ആർക്ക് മാത്രമേ ഉള്ളൂ? മെമ്പേഴ്സിന് അല്ലേ. മെമ്പർ അല്ലാത്ത ഒരാളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ളൊരു ഇൻറ്റൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോസസ്സ്, ആ ഒരു കോൺട്രാക്റ്റോ അത് വോയിഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അതെന്താ, അത് വാലിഡ് ആയിരിക്കില്ല, അത് നിലനിൽക്കില്ല. ഈ അതായത് ഡിവിസിബിൾ പ്രോഫിറ്റ് ഓഫ് ദ കമ്പനിയിൽ അതർ ദാൻ മെമ്പേഴ്സ് ആയിട്ടുള്ള ഒരാൾക്ക് എന്താ ഇടപെടാൻ പറ്റില്ല. ഓൾട്രേഷൻ നോട്ടഡ് ഇൻ എവറി കോപ്പി. ഇങ്ങനെ ഈ വരുത്തിയിട്ടുള്ള എന്ത് ഓൾട്രേഷൻ ആണെങ്കിലും അത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ്റെ എല്ലാ കോപ്പീസിലും എന്താണ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ എന്താ പറയുന്നത്, ഓരോ കോപ്പീസും ഇപ്പോൾ നമ്മൾ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഓൾട്രേഷൻ വരുത്താത്ത പഴയ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ വെച്ചിട്ട് എന്തെങ്കിലും കാര്യം ചെയ്തു എന്ന് വെച്ചാൽ, അപ്പോൾ ആ ഒരു ഓഫീസർ ഏതാളാണോ അത് ചെയ്തത്, കമ്പനിയിലെ ഏത് ഓഫീസറാണോ ചെയ്തത്, ആ ഓഫീസർ എന്തായിരിക്കും ലയബിൾ ടു പെനാൽറ്റി ഹാബിൾ എ പെനാൽറ്റി ഓഫ് 1000 rupees ഫോർ എവറി കോപ്പി. ഓരോ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും എന്താ 1000 rupees അടയ്ക്കേണ്ടി വരും പെനാൽറ്റി ആയിട്ട്. അതാണ് അതിൻ്റെ ഒരു എന്താ പ്രശ്നം, പെനാൽറ്റി വരും. അപ്പോൾ ആൾട്രേഷൻ ഓഫ് പ്രൊസീജിയറിനകത്ത് ഇത്രയും കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.